രാവിലെ തന്നെ വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് കാണുന്നത്. അതായത് വാട്സപ്പിൻ്റേത് തന്നെ ഒരു പ്രൊഫൈലിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഡബിൾ ലോക്ക് ഇട്ട് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സീക്രട്ടായിട്ടാണ് എല്ലാവർക്കും മെസ്സേജുകൾ അയക്കുന്നത്. ആരും അറിയുന്നില്ല നമ്മൾ ഇന്ന വ്യക്തിക്ക് ഇന്ന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന ഫോട്ടോ കൈമാറിയിട്ടുണ്ട് എന്ന് അവർക്കല്ലാതെ വേറെ ആയിരിക്കും വാട്സപ്പിന് പോലും അറിയാൻ സാധിക്കില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അത്രയ്ക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് വാട്സപ്പ് എന്ന ഈ പ്ലാറ്റ്ഫോം. അവർ മറ്റൊരാൾക്ക് അയച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറിയാൽ മാത്രമേ നമ്മളിങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കൂ. എന്നാൽ വാട്സപ്പ് പല ആളുകൾക്കും ഹാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ വാട്സപ്പ് ഇപ്പോൾ ഡബിൾ സെക്യൂരിറ്റി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിനെ കൊണ്ടുള്ള പ്രയോജനം എന്നൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ വാട്സപ്പ് തുറക്കുകയാണ്. വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ മാത്രമാണ് ഇവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇനി സെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ട്രൈ ഇറ്റ് എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അതിനു മുമ്പ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡായി എടുക്കുക. എന്നിട്ട് വീഡിയോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് എനേബിൾ ചെയ്തിട്ട് നിങ്ങളുടെ പിൻ നമ്പർ എൻ്റർ ചെയ്യണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഡബിൾ ലോക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഉപയോഗിക്കാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ട്രൈ ഇറ്റ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാനിവിടെ എൻ്റെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഓഫ് ചെയ്യാണ്. ടേൺ ഓഫ് കൊടുത്തു. ടേൺ ഓഫ് കൊടുത്തതിന് ശേഷം ഞാനിത് വീണ്ടും ഓൺ ചെയ്യാണ്. ഇതിപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെ ഓൺ ചെയ്യാനായിരിക്കും കാണിക്കുക. അത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ഒരു 6 അക്ക പിൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ 6 അക്ക പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്കൊരു മെയിൽ ഐ ഡിയും കൂടി എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പിൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു മെയിൽ ഐ ഡിയാണ്. നിങ്ങൾക്കങ്ങനെ മറക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ മെയിൽ ഐ ഡി ഒന്നും കൊടുക്കുന്നില്ല. ഞാനിവിടെ സ്കിപ്പ് കൊടുക്കുകയാണ്. കാരണം എനിക്കിത് എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു നമ്പർ തന്നെയാണ്. അതുകൊണ്ട് ഞാനിവിടെ സ്കിപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഹാസ് ബീൻ ടേൺ ഓൺ എന്ന് കാണിക്കുന്നുണ്ട്. സക്സസ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഡൺ കൊടുക്കുകയാണ്. ഇങ്ങനെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാട്സപ്പ് മറ്റൊരു ഡിവൈസസിൽ ഒരിക്കലും ഓപ്പൺ ചെയ്യാനേ സാധിക്കില്ല ഈ ഒരു നമ്പർ ഇല്ലാതെ. അതായത് ഇപ്പോഴുള്ള വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേഷനിൽ ഒരു നമ്പർ വെച്ചുകൊണ്ട് തന്നെ 5 ഡിവൈസസിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ ടാബിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു ഫോണിലോ ഒക്കെ നമുക്ക് ഈ ഒരൊറ്റ നമ്പറിൽ തന്നെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ കൂടി തന്നെ നമുക്ക് ഈ ഒരു പിൻ നമ്പർ കൂടി എൻ്റർ ചെയ്ത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി മറ്റൊരു ഡിവൈസസിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മളറിയാതെ നമ്മൾ ഈ നമ്പർ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പിൻ നമ്പർ തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ഈ നമ്പർ മറ്റൊരാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്യാം. ഇവിടെ ടേൺ ഓഫ് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് പുതിയൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് വളരെ സുരക്ഷിതമായിട്ട്, സെക്യൂറായിട്ട്, സേഫായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ തന്നെയാണ് ഇത്. അതിനു പുറമെ മറ്റൊരു ലോക്കും കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫിംഗർ പ്രിൻ്റ് ലോക്ക് തന്നെയാണ്. ഫിംഗർ പ്രിൻ്റ് ലോക്കിൻ്റെ പ്രത്യേകത നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡിവൈസസിൽ മാത്രമേ അത് എനബിൾ ആകുകയുള്ളൂ. മറ്റൊരു ഡിവൈസസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഫിംഗർ പ്രിൻ്റ് അവിടെ ഷൂട്ട് ആകുകയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ പിൻ നമ്പർ എന്തായാലും തീർച്ചയായിട്ടും വേണം. ഇനി ഫിംഗർ പ്രിൻ്റ് എനബിൾ ചെയ്യാൻ അറിയാത്തവർക്ക് ഞാനിവിടെ കാണിച്ചു തരാം. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്രൈവസി എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഡിസബിൾ ആണ് കാണിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എനബിൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്കിവിടെ ഓക്കെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ
വാട്സപ്പിൽ ഡബിൾ ലോക്ക് ഇട്ടിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇൻഫർമേഷൻ, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് വാട്സപ്പ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മുന്നേ തന്നത് തന്നെയാണ്, പക്ഷേ ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ തന്നെ അവർ ഇങ്ങനെ നമുക്ക് മെസ്സേജായിട്ട് അയച്ചു തന്നിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.